വല്ലപ്പോഴുമൊക്കെ ഒരു വിജയം വരുമ്പോൾ അതിൽ സന്തോഷിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ മതിമറക്കരുത് എന്ന് മാത്രം. പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ബുദ്ധിപരമായ നീക്കങ്ങളും അതുവഴി നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടു എന്നുള്ള കാര്യവും അഭിമാനിക്കാൻ തക്കത് തന്നെയാണ്. എന്ന് കരുതി അതിനെ തുടർന്ന് ഇത്തരത്തിൽ വിഡ്ഢിത്തരങ്ങൾ വിളമ്പുമ്പോൾ കേട്ടിരിക്കുന്നത് എങ്ങനെ? ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ സർക്കാർ ദൗത്യം ഏൽപ്പിച്ച കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ മന്ത്രി വിജയ് ഷാ നടത്തിയ പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഭീകരവാദികളുടെ സഹോദരി എന്നാണ് മധ്യപ്രദേശിലെ BJP മന്ത്രി കൂടിയായ വിജയ് ഷാ പരോക്ഷമായി വിമർശിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയ തിരിച്ചടിയിൽ നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിക്കുന്നതിനിടയിലാണ് വിജയ് ഷാ വിവാദ പരാമർശം നടത്തിയത്. ഇൻഡോർ ജില്ലയിലെ മഹുവിൽ നടന്ന ഒരു പരിപാടിയിലാണ് മന്ത്രിയുടെ വിവാദ പരാമർശം. ഇതിന്റെ വീഡിയോ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടുകൂടിയാണ് വൈറലായത്. ഏപ്രിൽ 22-ന് കാശ്മീരിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ പ്രധാനമന്ത്രി പാകിസ്ഥാനിലുള്ള ഭീകരരുടെ അതേ സമുദായത്തിൽ നിന്നുള്ള ഒരു സഹോദരിയെ അയച്ചെന്നായിരുന്നു ഷായുടെ പ്രസ്താവന. ഭീകരവാദികൾ നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ദൂരം തുടച്ചുമാറ്റി അനാദരവ് കാണിച്ചു. അവർക്ക് ഉചിതമായ മറുപടി നൽകാൻ ഞങ്ങൾ അവരുടെ സ്വന്തം സഹോദരിയെ അയച്ചു എന്നുമായിരുന്നു വിജയ് ഷായുടെ പരാമർശം. ധീരരായ സായുധ സേനാംഗങ്ങളെ അപമാനിക്കുകയാണ് BJP എന്ന് പ്രതിപക്ഷമായ കോൺഗ്രസ് വിമർശിക്കുകയുണ്ടായി. കനത്ത പ്രതിഷേധമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ മന്ത്രിക്ക് നേരെ നടന്നത്. ഇതിനിടയിൽ അദ്ദേഹം മാപ്പ് പറയാനായി രംഗത്ത് വന്നിട്ടുമുണ്ട്. വിജയ് ഷായെ സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയുണ്ടായി. വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിവരങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വോമിക സിംഗുമായിരുന്നു. സംഭവം വിവാദമായതോടുകൂടി നിൽക്കക്കളിയില്ല എന്ന് മനസ്സിലാവുകയും ഒടുവിൽ മാപ്പ് പറയാൻ തയ്യാറാവുകയുമായിരുന്നു മന്ത്രി. സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ 10 തവണ മാപ്പ് പറയാൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പരാമർശങ്ങൾ വിവാദമായതിന് പിന്നാലെയാണ് മാപ്പ് ചോദിച്ചുകൊണ്ട് അദ്ദേഹം എത്തിയത്. എന്റെ കുടുംബത്തിന് സൈനിക പശ്ചാത്തലമുണ്ട്. കാർഗിൽ യുദ്ധത്തിൽ ഉൾപ്പെടെ നിരവധി അംഗങ്ങൾ രക്തസാക്ഷികളുമായിട്ടുണ്ട്. ഇത്രയും ദുഃഖത്തോടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ആക്ഷേപകരമായ വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 തവണ ക്ഷമാപണം നടത്താൻ ഞാൻ തയ്യാറാണ് എന്നാണ് മന്ത്രി പറഞ്ഞത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഈ നാക്ക് പിഴയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും പകയോ സ്നേഹമോ ഉണ്ടെങ്കിൽ അതിനി എത്രയൊക്കെ മറച്ചു വെച്ചാലും നമ്മുടെ നാക്ക് അതിന് ചതിക്കുമെന്നത് തീർച്ചയാണ്. BJPക്കാർക്ക് കാലങ്ങളായി മുസ്ലിം ജനങ്ങളോടുള്ള മനോഭാവം വളരെ നികൃഷ്ടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനി എത്രയൊക്കെ മനസ്സിലടക്കിയാലും അടങ്ങില്ലെന്നും അറിയാം. പക്ഷെ ഒരു മന്ത്രിയൊക്കെ ആവുമ്പോൾ, അതും ഒരു പൊതുചടങ്ങിൽ നിന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? നമ്മുടെ പ്രധാനമന്ത്രിയെ പോലെ മറ്റുള്ളവർ എഴുതി തരുന്നത് മാത്രം വായിച്ചില്ലെങ്കിലും വേദിയിൽ കയറുന്നതിന് മുൻപ് കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ ആവാം കേട്ടോ. ചുരുങ്ങിയ പക്ഷം 10 തവണ മാപ്പ് പറയാതെങ്കിലും ഇരിക്കാമല്ലോ.